അപ്പം നമ്മൾ പതിവ് പറയുന്നത് പോലെ ഏവർക്കും ലേൺലിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഐ റിപ്പീറ്റ്, ഏവർക്കും ലേൺലിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കാനോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനോ വേണ്ടി ഒന്നും വന്നതല്ല. നമ്മൾ കേരള പോലീസിൽ നമ്മൾ BSc ഫിസിക്സുകാർക്കും BSc കെമിസ്ട്രിക്കാർക്കും അല്ലേ, സാധാരണയായിട്ട് HSC ഫിസിക്കൽ സയൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. ഒന്നെങ്കിൽ BSc കെമിസ്ട്രി ആയിരിക്കട, അല്ലെങ്കിൽ BSc ഫിസിക്സ് ആയിരിക്കും. അവർക്കുള്ളൊരു പുതിയ കേരള പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു പോസ്റ്റ് ഉണ്ട്. ഓട്ടോ ചാട്ടോ ഒന്നും ഇല്ലാത്ത കേരള പോലീസിൽ നമുക്ക് ഡയറക്റ്റ് ജോലി കിട്ടുന്നൊരു പോസ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇല്ല, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? നിങ്ങൾ BSc ഫിസിക്സോ കെമിസ്ട്രിയോ മാത്രം പഠിച്ചിട്ടുണ്ടെന്നുള്ളൂ. MSc വേണ്ട, B.Ed വേണ്ട, കേട്ടറ്റ് വേണ്ട, സെറ്റ് വേണ്ട, ഒന്നും വേണ്ട. BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ല, എല്ലാവരും ചാടിക്കേരി അപ്ലൈ ചെയ്യും. അത് കണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള പോലീസിലാണ്. പോസ്റ്റിൻ്റെ പേരെന്താ? ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്നാണ്. ഓക്കെ, അതിൻ്റെ പേ സ്കെയിൽ നോക്കിയാൽ നമുക്ക് ബേസിക് തന്നെ എന്തുണ്ട്? 43, അതായത് 45K അടുത്ത് നമുക്ക് എന്തുണ്ട്? ബേസിക് ഉണ്ട്. അപ്പോൾ മാക്സിമം എത്ര വരെ പോകുന്നുണ്ട്? 90K വരെ എന്താണെന്നുണ്ട് ഈ സാലറി പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ വാക്കൻസിയാണ് ശരിയായ നമ്മുടെ ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടോ എന്താക്കുക നമ്മൾ കൺഫ്യൂഷൻ ആകുന്നത്. ഇല്ല, നിലവിൽ എന്താണ് ഇതിന് വാക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇല്ലേ, ഫിംഗർ പ്രിൻറ്റ് സർജറിൻ്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബട്ട് അവിടുന്ന് നമുക്ക് മനസ്സിലായ അവിടുന്ന് എത്ര അഡ്വൈസ് പോയിട്ടുണ്ടാ? ടോട്ടൽ 13 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം വിളിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം വിളിക്കുമ്പോൾ എന്താണ്? ഇതേപോലെയാണ്. നിലവിൽ എന്തില്ല? വാക്കൻസി റിപ്പോർട്ടായിട്ടില്ല. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസം മുമ്പിട്ട് വരെ ഇതിനെന്തായിട്ടുണ്ട്? 13ഓളം അഡ്വൈസ് എന്തായിട്ടുണ്ട്? പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാക്സിമം ഒരു 25 അല്ലെങ്കിൽ 20 പോസ്റ്റ് വരെ നമുക്ക് എന്താക്കുള്ളൂ, ഒരു അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതും ഭാഗ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ മാത്രം പഠിക്കണം. അല്ലാണ്ട് ചറബർ അല്ലെങ്കിൽ 100 150 സീറ്റൊന്നും ഇവിടെ ഇല്ല, ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിനില്ല. ബൈ ചാൻസ് എന്താണ്, ഇപ്പം സപ്പോസ് ഞാൻ പറയുകയാണ് 3 സീറ്റ് ഉള്ളെങ്കിൽ ആ 3 സീറ്റിൽ ചിലപ്പോൾ ഒരാൾ നിങ്ങളാവാം. അതിന് സാധ്യത ഉണ്ട്. അത് നമ്മളെന്താക്കുക, നമ്മളെ വർക്കൗട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്താവുക ആ റിസൾട്ട് നിൽക്കുക. അല്ലാണ്ട് ഫിംഗർ പ്രിൻറ്റ് സർജറി എക്സാം വിളിച്ചിട്ടുണ്ട്, എന്താണ് എല്ലാവരും കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നത്, എല്ലാവരും എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു അഡ്മിഷൻ എടുക്കട്ടെ. എൻ്റെ ആഴ്ചയിൽ 1, 2, 3 ക്ലാസ് കണ്ടിട്ടൊന്നും കാര്യമില്ല. ആ ആദ്യത്തെ 3 അല്ലെങ്കിൽ ആദ്യത്തെ 10 ഞാൻ ഉണ്ടാവും എന്നുള്ള കോൺഫിഡൻസിൽ നിങ്ങൾ പഠിക്കുകയെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഫിംഗർ പ്രിൻറ്റ് സർജറിന് അഡ്മിഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മളെന്താണ് ജനറൽ PC ഒക്കെ എഴുതുന്നത് പോലെ അപ്ലൈ ചെയ്യുക, പോയി എഴുതി വരിക. ഇല്ലേ, പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഴ്സ് സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കാര്യമില്ല. മാക്സിമം 20, അതിൻ്റെ അപ്പുറം ഇത് പോവില്ല. അഡ്വൈസ് കിട്ടിയ മാക്സിമം 20 അഡ്വൈസിൻ്റെ അപ്പുറം എന്താവില്ല, ഇത് പോവില്ല. ഇതുവരെ 13 അഡ്വൈസ് പോയിട്ടില്ല, 6 മാസമോ 4 മാസമായിട്ടേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ മാത്രം എന്താ ഉള്ളൂടാ, ഇതിന് ഇരുന്നിട്ട് കാര്യമുള്ളൂ. നല്ല പോസ്റ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? 18 to 39 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അല്ലേ, 1988 ശേഷം 2000 അപ് ടു 2060 വരെ BSc ഫിസിക്സോ കെമിസ്ട്രിയോ പാസ്സായാലേക്ക് എന്തുണ്ട്, ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെ, ക്വാളിഫിക്കേഷൻ BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇല്ല, ഇനി നമ്മളെ വിഷ്വൽ, അതായത് നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ, ഫിസിക്സ് കെമിസ്ട്രി ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ പോസ്റ്റ് വിളിച്ചു തരാൻ ഫിംഗർ പ്രിൻറ്റിൻ്റെ പോസ്റ്റ് ഒഴിവാക്കുമെന്നൊരു സംശയമായിരുന്നു. 2 മുறை വെയിൽ ലെങ്ത്തിലുള്ള പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ എന്താണ് ഇവിടെ നമ്മളുണ്ട് ഐവിഷൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് എന്താണ് നിങ്ങൾ പഠിക്കണം. അല്ലേ, നമ്മളെ ഐവിഷൻ ഇതിന് പ്രോപ്പറാണെന്ന് നോക്കിയിട്ട് മാത്രമേ എന്തുള്ളൂ, നമ്മൾ ലെൻസൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക, നോക്കിയിട്ട് നമ്മൾ ആ ക്വാളിഫിക്കേഷനിൽ അർഹരാണോ എന്ന് നോക്കിയിട്ട്, നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം എന്താണ്ടോ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിന് എന്താണ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് മെൻഷൻഡ് അബോവ് ഷുഡ് ബി സർട്ടിഫൈഡ് ബൈ മെഡിക്കൽ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ. അത്രയ്ക്ക് ഇമ്പോർട്ടായിട്ട് എന്ത് പറയുന്നുണ്ട്, ഈ വിഷ്വലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇത്, ഈ ക്രൈറ്റീരിയ എല്ലാവരും നോക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. അതേപോലെ ഞാൻ പഠിക്കുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 20 അഡ്വൈസ് അല്ലെങ്കിൽ ഒരു 15 അഡ്വൈസ് ചെയ്ത് നമുക്ക് എന്താവുള്ളൂ, പോവുള്ളൂ. അതിൽ തന്നെ എത്ര പോസ്റ്റായിട്ട് മാറുന്നുണ്ട് എന്താകണോ കണ്ടറിയണം. അല്ല, എത്ര ആൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾ വെക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നും നമ്മൾ കൺസിഡർ ഇല്ല. മാക്സിമം പോയ അഡ്വൈസ് എത്രയാണ്? 13 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സിലബസും കാര്യങ്ങളും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ പിന്നാലെ ഓടുന്നവരാണെങ്കിൽ
നമ്മളെ കൂടെ നമ്മളെ ചെറിയ ചെറിയ വീഡിയോസും സിലബസൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.